നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിത ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റുമായി വീണ്ടും നീതിക്കായി കേഴുകയാണ്. താൻ ആദ്യം പോലീസിൽ പരാതിപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോയത് തെറ്റാണോ എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അന്ന് ഒന്നും മിണ്ടാതെ, ആരോടും ഒന്നും പറയാതെ, ഒരു പരാതിയും ഉന്നയിക്കാതെ വെറുതെ ഇരുന്നിട്ട് തന്നെ ആക്രമിച്ച ദൃശ്യങ്ങൾ അത് പൊതുജന മധ്യത്തിൽ പ്രദർശിപ്പിക്കുന്നത് കണ്ട് ആത്മഹത്യ ചെയ്യണമായിരുന്നോ എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ വിനു കിരിയത്ത്, ശ്രീ എം സുൽഫത്ത് എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീമതി എം സുൽഫത്ത്, ഇന്ന് അതിജീവിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് വേദനിപ്പിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും നടിക്ക് ഇങ്ങനെ നീതിക്കായി കേഴേണ്ടി വരുന്നത്? കേൾക്കുന്നുണ്ടോ സുൽഫത്ത്? ശ്രീ വിനു കിരിയത്ത്, നമ്മൾ ഇത് പല ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. ആദ്യവും അവർ ഫേസ്ബുക്കിലൂടെ എന്താണ് തൻ്റെ പ്രതികരണം ഈ വിധിയോടെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ തുടർച്ചയായിട്ട് ഒരു വീഡിയോ പ്രചരിക്കുകയാണല്ലോ. അത് ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന രണ്ടാം പ്രതിയായ, ഇപ്പോൾ കുറ്റവാളിയാണ്, മാർട്ടിൻ്റേതാണ്. അവിടെ ഈ മാർട്ടിൻ്റെ വീഡിയോയിൽ പറയുന്നത് ഈ നടി പോലും ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന രീതിയിലാണ്. ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യമാണ് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേസുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ അവർ ചോദിക്കുന്ന ഈ ചോദ്യങ്ങളുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് നേരെയുള്ള ചോദ്യങ്ങൾ തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും വേദനാജനകമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യമായിട്ടാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണല്ലോ നമ്മളെല്ലാം നിയമത്തിൻ്റെ മുന്നിലേക്കും മറ്റും പോകുന്നത്. ഉറച്ച വിശ്വാസം ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് അതിജീവിതയ്ക്കുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും അതിജീവിത, അല്ലെങ്കിൽ അതിനു മുമ്പേ നമ്മൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? ആ വ്യക്തിയുടെ പേര് പറയാൻ നമുക്ക് നിയമം അനുശാസിക്കുന്നില്ല അല്ലേ? എന്നിട്ട് അതിലെ കുറ്റവാളി തന്നെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആൾ, അതിലൊരു മനഃപൂർവ്വമാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോയി. എല്ലാ രീതിയിലും ആ അതിജീവിതയെ സമൂഹത്തിൻ്റെ മുമ്പിൽ നാറ്റിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം. അയാൾക്കും കുറച്ചൊക്കെ നിയമം അറിയാമായിരിക്കുമല്ലോ. ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞുകൂടാ, അതിജീവിതയുടെ പേര് പറഞ്ഞുകൂടാ. പക്ഷെ എന്നിട്ടും അത് പറയുമ്പോൾ പക്ഷെ അയാൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ കണ്ടെത്തണം എന്ന് ഉറച്ച വിശ്വാസം ആ കുട്ടിക്കുള്ളതുകൊണ്ടാണല്ലോ അത് വീണ്ടും വീണ്ടും പോരാടുന്നത്. നമ്മൾ നോക്കൂ, നമ്മൾ അതിജീവിതയോടൊപ്പമാണ് 100%. നമ്മളെല്ലാവരും, എനിക്കൊണ്ട് മലയാളക്കര ആകെ, സിനിമ ഇൻഡസ്ട്രി ആകെ. പക്ഷേ അങ്ങനെ പറയരുത്, അങ്ങനെ സിനിമ ഇൻഡസ്ട്രി ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നോക്കൂ, 5 or 6 പേര് മാറി ഇന്ന് ഈ പറഞ്ഞ പോലെ അമ്പിളിയമ്മാവനെ നോക്കി കുരയ്ക്കുന്ന പോലെ കുരയ്ക്കുന്നതിലൊന്നും ഒരു കാര്യവും ഇല്ല. നമ്മൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, സത്യസന്ധമായിട്ടുള്ള, നമ്മൾ ആരും നിയമം കയ്യിലെടുക്കാൻ ബാധ്യസ്ഥരല്ല. ഞങ്ങൾക്കറിയില്ല ആ കുറ്റക്കാരനാണോ ഇല്ലയോ. ഞാൻ ദിലീപിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്, ദിലീപാണെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അത് തെളിയിക്കേണ്ടത് ഇവിടുത്തെ നിയമങ്ങളാണ്, പോലീസാണ്, അന്വേഷണം. എന്തുകൊണ്ട് അവർക്കിത് ഇതുവരെ തെളിയിക്കാൻ പറ്റിയില്ല? അതുകൊണ്ട് ആ ഗൂഢാലോചനയുടെ പിന്നിലുള്ളത് ദിലീപാണോ ഇല്ലയോ എന്ന് പറയാൻ നമ്മളാരും, ഞാൻ അന്നും ഇന്നും ഉറച്ചു പറയുകയാണ്, ദിലീപ് കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ പറയില്ല. 2 വെള്ളത്തിൽ എന്തിനാ ചവിട്ടണമെന്ന് ആരും ചോദിച്ചാൽ പറയും നമ്മുടെ കയ്യിലല്ല നിയമം. ജഡ്ജി എന്തിനാണ് 2 വക്കീലന്മാരെ വയ്ക്കുന്ന? പ്രതിഭാഗത്തിനും വാദിഭാഗത്തിനും 2 ഭാഗവും കേൾക്കണം, എന്നിട്ട് തെളിയിക്കപ്പെടണം. അതാണല്ലോ. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നമ്മളൊരു സാധാരണക്കാരനായിട്ട് നമുക്കറിയില്ല ദിലീപ് ഇതിൻ്റെ പിന്നിലുണ്ടോ ഇല്ലയോ എന്ന്. പക്ഷേ ദിലീപ് തന്നെ ആണെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാനും പാടില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ക്രിസ്മസിന് അതിജീവിതയെ വിളിച്ചിട്ട് ഒരു കേക്ക് കൊടുക്കുന്നതല്ല സ്ത്രീ സുരക്ഷ. അതിശക്തമായിട്ട് ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന പുറത്ത് കൊണ്ടുവരണം. അത് ആരാണായാലും, അല്ലാതെ നമുക്ക് ഇന്നാരെന്ന് പറഞ്ഞു. എന്താണെന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ ഈ സിനിമ റിലീസ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഗൂഢാലോചന കഥകളൊക്കെ ഇപ്പോൾ തിരിച്ച് വെക്കുന്നത്. അത് ദിലീപ് ഫാൻസുകാർ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഏട്ടൻ്റെ ആൾക്കാരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ഈ പഴയ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക, അതിൽ നിന്നിട്ട് അതിജീവിതയുടെ പേര് പറയുക, എന്നിട്ട് ആരൊക്കെയാണോ ഈ നടിക്കൊപ്പം കോടതിയിൽ നിന്നത് അവരെയൊക്കെ അവഹേളിക്കുന്ന രീതിയിലുള്ള വീഡിയോ പ്രചരിപ്പിക്കുക. അത് ഈ ഭാഭയുടെ റിലീസിനോടനുബന്ധിച്ചിട്ട് നടന്നിരിക്കുന്ന ഒരു കോലാഹലമാണ് അത്. അല്ല, സോഷ്യൽ മീഡിയയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു നിയന്ത്രണം അനിവാര്യമാണ്. പച്ചയ്ക്ക് ചീത്ത വിളിക്കുക, അതിന് പ്രധാനമന്ത്രി മുതൽ ഇങ്ങേയറ്റം വരെ. എന്തുകൊണ്ട് പാർലമെൻറ്റിൽ അങ്ങനെ ഒരു നിയമം പാസ്സാക്കണം? വ്യക്തിഹത്യ, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ചീത്ത വിളിക്കുക, തെറി. ഇന്ന് തന്നെ ഇപ്പം എന്തൊക്കെ ആയിക്കോട്ടെ, സ്ത്രീ എന്ന് പറയുന്നത് മാത്രമൊന്നുമല്ല, പുരുഷന്മാർക്ക് ഈ പറഞ്ഞ പോലെ സുപ്രീം കോടതി പറഞ്ഞ പോലെ അഭിമാനമുണ്ട്. പക്ഷേ ഇത്രത്തോളം
പരസ്യമായിട്ട് ആർക്കും ആരെയും പറയാം എന്നുള്ള അതൊന്നും ഒരു സ്വാതന്ത്ര്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഞാനൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഡിബേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ എടുത്ത് നോക്കുമ്പോൾ നമ്മളെ തെറി പറയുന്നവരും അനുകൂലിച്ച് പറയുന്നവരും ഉണ്ട്. തെറി പറയുന്നവർക്ക് അവർക്ക് വേറെ പണിയില്ല എന്ന് ഞാൻ വിചാരിക്കുകയുള്ളൂ. ശരി, ഇപ്പോൾ സുൽഫത്ത് ചേരുന്നുണ്ട്. സുൽഫത്ത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ നീതിക്കായി കേഴേണ്ടി വരുന്നത്? അതോടൊപ്പം തന്നെ ഗൂഢാലോചനക്കാരിയാണ് എന്നുള്ള ഒരു ഇതുകൂടി എന്നൊരു അധിക്ഷേപം കൂടി കേൾക്കേണ്ടി വരികയാണിപ്പോൾ. വളരെ ശരി, കേൾക്കുന്നില്ല. ഞാൻ വരാം, സുൽഫത്തിലേക്ക് വരാം. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ എന്തായാലും ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ള കാര്യം ശരിയാണ് ഈ കോടതി വിധിയിലൂടെ. പക്ഷേ ആ സമയത്ത് പോലും അതിജീവിതയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ്റെ ആളുകളുടെ ഭാഗത്തു നിന്ന്. മോശമായിട്ട് പറയുക, ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. ഇവിടെ നീതി ആർക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണ്? അന്വേഷണത്തിനെ സഹായിക്കുന്ന രീതിയിലേക്കുള്ള തെളിവുകൾ ആരുടെയെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ അവരെ അതിജീവിതയെ കുറ്റം പറയുക, അതിജീവിതയെ മോശപ്പെടുത്തി സംസാരിക്കുക, ഇങ്ങനെയുള്ള ട്രെൻഡുകളൊന്നും തന്നെ നല്ലതല്ല. ഒരു തരത്തിലും നമ്മൾ അതിനെ അംഗീകരിച്ചു കൊടുക്കാനും പറ്റില്ല. അതിന് സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനമാണ് ശരി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലത്തേക്ക് ആരെങ്കിലും പറഞ്ഞാൽ ആ ആൾക്കാരെ പിടിച്ച് അപ്പം അകത്തിടുക, ബാക്കി കാര്യമൊക്കെ പിന്നെ. അങ്ങനെയാണ്. കാരണം ഇതിൽ നോക്കൂ, ഒരു കാര്യം അവർ പറയുന്നതിനകത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. താൻ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യത്തിനെ തൻ്റെ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ കുറേയധികം ആൾക്കാരുണ്ട്. അതൊരു വസ്തുതയാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. സോഷ്യൽ മീഡിയയിലും മറ്റും വളരെ വ്യാപകമായിട്ട് ഇത് പ്രചരിപ്പിക്കപ്പെടുന്നു. ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റി എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു ലെവലേശം ചിന്തിക്കാതെ അവരെ ഇകഴ്ത്തുന്നതിന് വേണ്ടി നിരവധി ആൾക്കാർ ശ്രമിക്കുന്നു. ഇത് അനുവദിക്കപ്പെടാൻ പാടില്ല. ഇതിനെ പ്രചരിപ്പിക്കാനായിട്ട് പാടില്ല. നമുക്ക് ഒരു വിഷയത്തിൽ അഭിപ്രായം ഉണ്ടായിരിക്കാം. ആ അഭിപ്രായത്തിനെ ലീഗലി നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയെ, പ്രത്യേകിച്ച് ഇത്രയും വലിയ ദുരിതം അനുഭവിച്ചിരിക്കുന്ന ഒരു ലീഗൽ ലോങ് വൈൻഡിങ് ബാറ്റിലിൽ പോയിരിക്കുന്ന നമ്മളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടുന്ന ഒരു പൊതു നിലപാടെടുത്തിരിക്കുന്ന ഒരു സ്ത്രീയെ അവഹേളിക്കുന്ന തരത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കേരളീയ പൊതുസമൂഹം ഒരു സമയത്തും അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ വിഷയത്തിൽ നമ്മളെല്ലാവരും, മാധ്യമങ്ങളായിക്കോട്ടെ, പൊതുസമൂഹമായിക്കോട്ടെ, നമ്മുടെ സംവിധാനമായിക്കോട്ടെ, സർക്കാരായിക്കോട്ടെ, അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവരുടെ പേര് വലിച്ചിഴച്ചിട്ട് അവരെ ചീത്തയാക്കുന്ന രീതിയിലത്തേക്ക്, അവരുടെ ഗൂഢാലോചനയാണ് ഇത് എന്ന രീതിയിലത്തേക്കൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള പ്രസ്താവനകളാണ്. ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീമതി സുൽഫത്ത്. അവൾക്കൊപ്പം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ശ്രീജിത്തും ഇവിടെ പറഞ്ഞു. പക്ഷേ നിയമ പോരാട്ടത്തിൽ ആദ്യഘട്ടത്തിൽ എന്തായാലും നിയമത്തിൻ്റെ മുന്നിലേക്ക് അവർ സംശയിക്കുന്നയാളെ ദിലീപിനെ കൊണ്ടുവരുവാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് മറ്റ് സാധ്യതകളുണ്ട്, അപ്പീൽ സാധ്യതയുണ്ട്. അതിനിടെ അവരുടെ പേര് വലിച്ചിഴച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതും ഈ രീതിയിൽ ഈ മാർട്ടിൻ്റെ വീഡിയോ എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതും തെറ്റാണ്. പക്ഷേ ഇപ്പോഴും അതിജീവിത വിശ്വസിക്കുന്നത് തനിക്ക് നീതി കിട്ടിയില്ല എന്നതിന് കാരണമായിട്ട് നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരെ തന്നെയാണല്ലോ. എന്തുകൊണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു? അതിജീവിത നീതിന്യായ വ്യവസ്ഥക്കെതിരെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് പറയേണ്ടതും. അതോടൊപ്പം തന്നെ അതിജീവിത ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ നമ്മളുടെ ഈ വ്യവസ്ഥയോടും കേരളത്തിലെ പൊതുസമൂഹത്തോടുമാണ് ചോദിക്കുന്നത്. ഇപ്പൊ എനിക്ക് മുമ്പേ സംസാരിച്ച ശ്രീജിത്ത് പറഞ്ഞു, അവൾക്കൊപ്പമാണ് അല്ലെങ്കിൽ അവൾക്കെതിരെ ഈ രീതിയിൽ പ്രതികരിക്കുന്നവരെ അകത്തിടണമെന്ന്. ഒരേ സമയം അവൾക്കൊപ്പമാവുകയും അവനൊപ്പമാവുകയും ചെയ്യുന്ന ഒരു ചെറിയ വിഭാഗം കേരളത്തിലുണ്ട്. ഞാൻ പറയുന്നത് വളരെ ചെറിയ വിഭാഗമാണ്. പക്ഷെ അവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വലിയ രീതിയിൽ അതിനെ പ്രചരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് അവരുടെ പണത്തിന്റെ ബലമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും PR വർക്കിന് വളരെ ശക്തന്മാരുള്ളതായിരിക്കാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സ്ത്രീക്ക് അവളൊന്ന് ചോദിച്ച ചോദ്യം, ഞാൻ വീട്ടിൽ ഇരിക്കണമായിരുന്നു, എന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറയുന്ന തരത്തിലാണ്. ഒരു സർവൈവർ എന്നുള്ള നിലയ്ക്കോ ഒരു വിക്ടിം എന്നുള്ള നിലയ്ക്കോ അല്ല, ഞാനൊരു സാധാരണ ജസ്റ്റ് എ സിമ്പിൾ ഹ്യൂമൻ ബീങ്, ലെറ്റ് മീ എന്നാ പറഞ്ഞത്. എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. ഒന്ന് ഓർത്തു നോക്കിയേ. ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായ, അത് തെളിയിച്ചു കഴിഞ്ഞാൽ കോടതി തെളിയിച്ചു കഴിഞ്ഞു, അതിലെ കുറ്റവാളികളെ കണ്ടെത്തുകയും ചെയ്തു. എന്നിട്ടും, അതായത് അതിന് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു സ്ത്രീക്ക്, സാധാരണ സ്ത്രീകൾ അത് കഴിഞ്ഞ് മാളത്തിൽ ഒളിച്ച് പേരില്ലാതെ സ്ഥലനാമങ്ങളാൽ അറിയപ്പെടുന്നവരായി ഒളിച്ചുകൂടുന്നതിന് പകരം വളരെ കൃത്യമായി അവൾ നീതിക്ക് വേണ്ടി പോരാടിയതാണ്. പോരാടുകയല്ല, യുദ്ധം ജയിച്ചതാണ്. ആ യുദ്ധത്തിൽ അവൾ ജയിച്ചു എന്ന് അവൾ വിശ്വസിക്കുന്നില്ല, പൊതുസമൂഹവും വിശ്വസിക്കുന്നില്ല. അവൾ ജയിച്ചു എന്ന് പറയണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നടക്കണം. ഒന്ന്, ഗൂഢാലോചന നടത്തിയത് ആര് എന്ന് കണ്ടെത്തി അവരെ ശിക്ഷിക്കണം. മറ്റൊന്ന്,
ക്രൂട്ട ബലാത്സംഗത്തിന് ഏറ്റവും കുറഞ്ഞ ശിക്ഷ വിധിച്ചുകൊണ്ട് നീതിപീഠം അവളോട് ചെയ്ത കരുണയില്ലാത്ത പ്രവൃത്തി. നീതിപീഠത്തിന്റെ മുന്നിൽ അവൾ ആവശ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കോടതി നടപടികൾ നടക്കുന്ന സമയത്ത് കോടതിയിൽ അവിശ്വാസം രേഖപ്പെടുത്തി ഈ കോടതിയിൽ നിന്ന് തനിക്ക് നീതി കിട്ടില്ല എന്ന് കണ്ട് അവൾ മേൽക്കോടതി, ഹൈക്കോടതിയും സുപ്രീം കോടതിയെയും ഒക്കെ സമീപിച്ചിട്ടുള്ള ഒരു അതിജീവിതയാണ്. അവിടെ എവിടെയും അവൾക്ക് നീതി ലഭിച്ചില്ല, അവളുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. വീണ്ടും വിധി വരുമ്പോഴും ഈ രീതിയിൽ അവൾക്ക് നീതി ലഭിക്കാത്ത ഒരവസ്ഥയാണ് ഉണ്ടായത്. ഈ പറഞ്ഞ ഒരു വീഡിയോ രണ്ടാം പ്രതിയെ ഇന്ന് ജയിലിൽ കിടക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ട് സർക്കാരിന് അയാൾക്കെതിരെ കേസെടുത്ത് വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയാത്തത്? വളരെ പെട്ടെന്ന് തന്നെ നമുക്കറിയാം, മറ്റ് പല വിവാദ വീഡിയോകളും ഉണ്ടാകുമ്പം മെറ്റയോട് തന്നെ ആ വീഡിയോ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട കേരള സർക്കാർ അടക്കം എന്തുകൊണ്ടാണ് ഇത്തരം വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെടാത്തത്? അതായത് അത് ആദ്യം പ്രചരിപ്പിച്ചത് ആരാണോ അയാളെ പിടിക്കാത്തത് എന്താണ്? അതല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? ഇപ്പോൾ ആ വീഡിയോയിലുള്ളയാൾ ജയിലിലാണ്. അതെ, ആ ജയിലിലാണെങ്കിലും കേസെടുക്കാമല്ലോ. എനിക്ക് തോന്നുന്നു ഇതുവരെയും അയാൾക്കെതിരെ മറ്റൊരു കേസ് എടുത്തിട്ടില്ല. അയാളെ വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതാണ്. അങ്ങനെയാണല്ലോ നീതിന്യായ സംവിധാനം. പക്ഷേ സംസ്ഥാന സർക്കാർ അവൾക്കൊപ്പം എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവൾക്കൊപ്പമാണെന്ന് ആവർത്തിച്ചു പറയുന്നു. അവളെ ഒളിവിൽ ഇരിക്കാതെ തന്നെ അവളെ വളരെ പ്രത്യക്ഷ രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന, പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ ആ രീതിയിൽ ആത്മധൈര്യവും ആത്മാഭിമാനം ഉള്ളവളാക്കിയൊക്കെ മാറ്റുമ്പോൾ പോലും നിയമപരമായി ചെയ്യേണ്ട കാര്യം, ഈ പറയുന്നയാൾ ജയിലിലാണെങ്കിൽ പോലും ഈ ഇതിന് കേസെടുത്ത് അയാളെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതല്ലേ? അതുണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ഇടപെടുകയാണ് ശ്രീജിത്ത്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? അവൾക്കൊപ്പം എന്ന് പറയുകയും അതേസമയം ഇക്കാര്യത്തിൽ ആക്റ്റീവായിട്ട് ഇടപെടാതിരിക്കുകയും ചെയ്യുന്നുണ്ടോ സർക്കാർ? ഇപ്പോൾ വീഡിയോ നീക്കം ചെയ്യുന്നുണ്ട്, പിന്നെ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്നുണ്ട്. അല്ല മഞ്ജുഷ്, ഇതിൽ രണ്ട് രീതിയിൽ കാണണം. ഒന്ന്, അവർക്കെതിരെ നടിക്കെതിരെ മോശമായിട്ടുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്ന എല്ലാ ആൾക്കാർക്കുമെതിരെ കേസെടുക്കുക, പിടിച്ചകത്തിടുക എന്ന് പറയുന്നത് സർക്കാർ ചെയ്യേണ്ടുന്ന കാര്യമാണ്. അത് സർക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സർക്കാരിനെ ശ്ലാഘിക്കുന്നു, ഏറ്റവും നല്ല കാര്യം. പക്ഷേ ഇതിലെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. അതായത് നടിയുടെ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്തായിരുന്നു അവരുടെ ആരോപണം ഒരു കൊട്ടേഷൻ ബലാത്സംഗമാണ് അവിടെ നടന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ കൊട്ടേഷൻ എന്ന് പറയുന്നത് ഇവിടെ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആരാണ് കൊട്ടേഷൻ കൊടുത്തത് എന്നതിനെക്കുറിച്ച് പറയണം. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കേസിൽ ഒരു വിധി വരുമ്പോൾ പ്രോസിക്യൂഷനെയോ പോലീസിനെയോ കോടതിയുടെ ഭാഗത്തു നിന്ന് നിശ്ചിതമായിട്ടുള്ള വിമർശനം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെല്ലാവരും അത് ചർച്ച ചെയ്യും. അത് സർക്കാരിൻ്റെ വീഴ്ചയാണ്, സർക്കാരിൻ്റെ അലംഭാവമാണ്, എന്തുകൊണ്ടാണ് കോടതിയിൽ നിൽക്കാത്ത തെളിവുകൾ പ്രോസിക്യൂഷൻ അവിടെ കൊണ്ടുപോയത് എന്ന് ചോദിക്കും. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഈ കേസിൽ വിധി വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളടക്കം സർക്കാരിനോട് ഈ ചോദ്യം ചോദിക്കുന്നില്ല. ഇങ്ങനെ പ്രഥമ ദൃഷ്ടിയ കോടതിയിൽ പൊട്ടിപ്പൊളിഞ്ഞു പാളീസാകുന്ന തരത്തിലുള്ള തെളിവുകളാണോ നിങ്ങൾ കൊണ്ടുപോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പോലീസ് ഒരാളെ ഫ്രെയിം ചെയ്യാൻ ശ്രമിച്ചു എന്നേ തോന്നുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റാരെയെങ്കിലും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ടോ? പോലീസ് എന്തുകൊണ്ടാണ് ഏറ്റവും ദുർബലമായിട്ടുള്ള തെളിവുകൾ ഇവിടെ കൊണ്ടുപോയത്? നിങ്ങൾ ഈ കേസിൽ അതിജീവിതയ്ക്ക് നീതി എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുന്നതിന്, ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചോ? പ്രോസിക്യൂഷൻ ഡീറെയിൽഡ് ആയി പോയോ? പോലീസിന്റെ അന്വേഷണം അങ്ങനെ ആയിപ്പോയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് മറുപടി പറയേണ്ടത് ആരാണ്? ആ ചോദ്യം നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത്? സർക്കാരിനോടാണ്. ഇപ്പോൾ നമ്മൾ കോടതിയോട് ചോദിച്ചിട്ട് കാര്യമില്ല. അതായത് ഇതിലൊരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് 8ാം പ്രതി ദിലീപ് അല്ലെങ്കിൽ മറ്റാരാണ് എന്ന് കോടതി കണ്ടെത്തേണ്ടുന്ന കാര്യമില്ല കോടതിക്ക്. കാരണം കോടതിയുടെ മുന്നിൽ പ്രോസിക്യൂഷൻ പറയുന്ന ഭാഗം എന്താണോ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശരിയാണോ അല്ലയോ എന്ന് മാത്രമാണ് കോടതി തീരുമാനിക്കുക. അതാണ് നമ്മുടെ നാട്ടിലുള്ള എവിഡൻസ് ലോ അനുസരിച്ച് കോടതി ചെയ്യേണ്ടത്. പക്ഷേ ആ സമയത്ത് അത് നടന്നിട്ടില്ല എങ്കിൽ നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത്? പോലീസിനോടാണ്, പ്രോസിക്യൂഷനോടാണ്, സർക്കാരിനോടാണ്. കാരണം സർക്കാർ ഇവിടെ ആർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്? ഒരു കേസിൽ ശരിയായിട്ടുള്ള വസ്തുതകൾ എന്താണ് എന്ന് സർക്കാർ സംവിധാനം അന്വേഷിച്ച് പോലീസിനെ കൊണ്ട് ഉപയോഗിച്ച് സർക്കാർ വക്കീലിനെ അതിനു വേണ്ടിയിട്ട് ഡെപ്യൂട്ട് ചെയ്തതിന് ശേഷം കോടതിയിൽ പോയി അതിൻ്റെ സത്യം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പീൽ പോകണമെങ്കിൽ പോകാം, അതിജീവിതയ്ക്ക് പോകണമെങ്കിൽ പോകാം, ഞങ്ങൾ വേണമെങ്കിൽ സഹായിക്കാം എന്ന് പറഞ്ഞു നിൽക്കുകയല്ല സർക്കാർ ചെയ്യേണ്ടത്. മറിച്ച് സർക്കാർ ചെയ്യേണ്ടത് എവിടെയാണ് അല്ല, താങ്കൾ തന്നെ പറഞ്ഞു ഈ മാർട്ടിന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യണമായിരുന്നു എന്ന്. പക്ഷേ ഇവിടെ ഈ കേസിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണല്ലോ. ഇത് പ്രോസിക്യൂഷന്റെ പരാജയമാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ ഇല്ലയോ? ഇത് സർക്കാരിന്റെ പരാജയമാണ്, പ്രോസിക്യൂഷന്റെ പരാജയമാണ്. അതല്ലാതെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് നേരെ ആണ് ഈ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോഴും സർക്കാരിന് നേരെ എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ ഇക്കാര്യത്തിൽ?
പ്രോസിക്യൂഷനെ ഞാൻ പൂർണ്ണമായിട്ടും അവിശ്വസിക്കുന്നില്ല. ഇതുവരെയും അവരുടെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചും അതുപോലെ ഈ വന്ന 1709 പേജ് മുഴുവൻ ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ അതിലെ ചില പ്രസക്തമായ ഭാഗങ്ങൾ കേട്ട സ്ഥിതിക്കും പലപ്പോഴും പ്രോസിക്യൂഷൻ കൊടുത്ത പല കാര്യങ്ങളും ആ രീതിയിൽ രേഖപ്പെടുത്തപ്പെട്ടോ. ഈ അതിജീവിതം തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിരുന്നു. അതായത് ഇതെല്ലാം എഴുതി വെക്കാൻ ഞാൻ നിങ്ങളുടെ സ്റ്റെനോ അല്ല എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഈ അടച്ചിട്ട കോടതി മുറിയിൽ നടന്ന വിചാരണ തീർച്ചയായിട്ടും കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അടച്ചിട്ട കോടതി മുറിയിൽ സ്ത്രീകൾ വളരെ രഹസ്യമായി കാര്യങ്ങൾ മൊഴി രേഖപ്പെടുത്തുമ്പോൾ നീതി ലഭിക്കും എന്നുള്ള പ്രതീക്ഷ ഇനി വേണ്ട എന്നാണ് ഈ കേസിലൂടെ മനസ്സിലാക്കുന്നത്. ഈ കോടതി വിധിന്യായത്തിലൂടെ പോകുമ്പോൾ ഇന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജകുമാർ പറയുന്നുണ്ടായിരുന്നു, ഇത് തലയും വാലുമുണ്ട് പക്ഷേ ഉടലില്ല, അങ്ങനെ ഒരു വിധിന്യായമാണ് വന്നിരിക്കുന്നതെന്ന്. ശ്രീജിത്ത് പണിക്കർ അതിൻ്റെ ഒരു കാരണമായിട്ട് അദ്ദേഹം പറയുന്നത്, അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇതിൽ വിധിന്യായം ബൃഹത്തായ വിധിന്യായമാണ്, പക്ഷേ അവിടെ ചില മൊഴികൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ്. അതായത് പ്രോസിക്യൂഷൻ ഉന്നയിച്ച തെളിവുകളും പ്രോസിക്യൂഷൻ്റെ വാദങ്ങളും പലയിടത്തും ഇല്ല എന്നാണ്. അടച്ചിട്ട മുറിയിലാണ് ഈ വിചാരണ നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ട് ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് ഓരോ ദിവസവും വിധിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഓരോ സാക്ഷിയുടെയും മൊഴി എടുത്തു പറഞ്ഞ് വിശകലനം ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുകയാണ് ഞങ്ങൾ പറഞ്ഞ മൊഴികൾ പലതും ഇല്ല എന്നുള്ളത്. അത് ഗുരുതരമായ ഒരു കാര്യമാണല്ലോ. അപ്പീൽ സമയത്ത് ഇത് ഉന്നയിക്കും, നീതി കിട്ടും എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത്. നോക്കൂ, ഇവിടെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് എന്നോടല്ലേ ചോദ്യം? അതെ അതെ. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളും ഡിഫൻസ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ജഡ്ജ് കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളും പൂർണ്ണമായി വായിച്ച ഒരാളാണ് ഞാൻ. മറ്റുള്ള എല്ലാ ഭാഗങ്ങളുമല്ല. ഞാൻ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അക്യൂസ്ഡ് നമ്പർ 8 കൊടുത്തിരുന്ന ഗൂഢാലോചനയാണ് അല്ലെങ്കിൽ കൊട്ടേഷനാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗം പൂർണ്ണമായി വായിച്ച ഒരാളെന്ന നിലയ്ക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒമിഷനെ പറ്റി അതിൽ പറയുന്നില്ല. മറിച്ച് ഒമിഷൻ ഉണ്ടായിട്ടുള്ളത് എവിടെയാണെന്നറിയോ? പ്രോസിക്യൂഷനാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോസിക്യൂഷൻ ദിലീപ് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് തൃശ്ശൂരിലെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട്. ആ ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് പൾസർ സുനിയുമായി ബന്ധപ്പെട്ട്. ഈ രണ്ടാൾക്കാരുടെ വാഹനങ്ങൾ അവിടെ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വാഹന രജിസ്റ്ററിൽ എഴുതി ഒപ്പിട്ടിട്ട് ഇവരുടെ മൊബൈൽ നമ്പർ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ കേസ്. പക്ഷേ അതിനൊരു രജിസ്റ്റർ ഇല്ല. ആ രജിസ്റ്റർ ആരാ കൊണ്ടുപോകേണ്ടത്? ആ രജിസ്റ്റർ കൊണ്ടുപോകേണ്ടത് പ്രോസിക്യൂഷനാണ്. കോടതി ചോദിക്കുന്നുണ്ട് പോലീസിനോട്, എവിടെയാണ് ഈ രജിസ്റ്റർ? അങ്ങനെ ഒരു രജിസ്റ്റർ ഇല്ല. ഇനി നമ്മൾ വെറുതെ നമ്മളായിട്ട് സ്വന്തം നിലയ്ക്ക് ജോയ്സ് പാലസ് ഹോട്ടൽ തൃശ്ശൂരിൽ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് ഇതേപോലെ ആൾക്കാരുടെ നമ്പർ എഴുതി വെക്കുന്ന ഒരു രജിസ്റ്റർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താലോ? സോഷ്യൽ മീഡിയയിൽ അടക്കം അവിടെ ഹോട്ടലിൽ പോയിട്ടുള്ള ആൾക്കാർ പറയുന്നത് അങ്ങനെ ഒരു സംവിധാനം അവിടെ ഇല്ല. അതേപോലെ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിൽ ദിലീപിന്റെ അടുത്ത സുഹൃത്താണ് നാദിർ ഷാ പൾസർ സുനിക്ക് 30,000 രൂപ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വന്നിരിക്കുന്ന പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വിറ്റ്നസ് പറയുന്നത് അവിടെ വന്നിരിക്കുന്ന പൾസർ സുനി അവിടെ ഒരാളിനോട് മാത്രമാണ് സംസാരിച്ചിരിക്കുന്നത്, അത് അവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ആ പ്രൊഡക്ഷൻ കൺട്രോളറെ എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല, വിസ്തരിക്കുന്നില്ല എന്ന് ചോദിക്കുന്നത് ഡിഫൻസ് ആണ്, പ്രോസിക്യൂഷൻ അല്ല. കോടതി പലപ്പോഴും ചോദിക്കുന്നുണ്ട് പ്രോസിക്യൂഷൻ നിങ്ങൾ ഇന്നയാളിനെ എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അബാദ് പ്ലാസയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 410ാമത്തെ റൂമിൽ വെച്ചിട്ട് ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ 410ാമത്തെ റൂം കണ്ടെത്തിയിരിക്കുന്ന ആരാണ്? ഒരു സിവിൽ പോലീസ് ഓഫീസറാണ്. ആ സിവിൽ പോലീസ് ഓഫീസർ പോലീസ് കറക്റ്റായിട്ട് ഓഥറൈസ് ചെയ്യുന്നതല്ലാതെ പോയിട്ട് അവിടുന്ന് രേഖകൾ കൊണ്ടുവരുന്നു, അയാളെ വിറ്റ്നസ് ആയിട്ട് ഹാജരാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വിറ്റ്നസുകളെ കോടതിയിൽ കൊണ്ട് ഹാജരാക്കാത്തതാണ്. അങ്ങനെയല്ല പറയുന്നത് ശ്രീജിത്ത് പണിക്കർ. അദ്ദേഹം പറയുന്നത് ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങളുടെ വീഴ്ചകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ഉന്നയിച്ച പല കാര്യങ്ങളും ഇല്ല എന്നാണ്. ഉദാഹരണത്തിന് ആ ലോക്കറിന്റെ കാര്യം ഇന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ലോക്കറിന്റെ കാര്യങ്ങൾ ഞങ്ങൾ കോടതിയിൽ അവതരിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ ഒമിഷൻസ് കൃത്യമായിട്ട് കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് വിധിന്യായത്തിൽ. പക്ഷേ ഇപ്പോൾ അവിടെ ആ ലോക്കർ ഓപ്പൺ ചെയ്തപ്പോൾ എന്താണ് അവിടെ വെച്ചത് എന്ന് കാവ്യ മാധവൻ ഓർമ്മയുണ്ടായിരുന്നില്ല, അക്കാര്യം അതിൽ വന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒമിഷൻസ് ആണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിപ്പോൾ മഞ്ജുഷ്, അത് വളരെ സിമ്പിൾ അല്ലേ? ആ ലോക്കർ എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ട്? ഒറ്റ തവണ അല്ലേ? അതിന് റെക്കോർഡുണ്ട്. അതായത് ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയത്ത് മാത്രമാണ് അതുള്ളത്. പിന്നീട് അതെന്താ ചെയ്യുക? ദിലീപിനെയോ കാവ്യ മാധവനെയോ അറിയിക്കാതെ പോലീസ് പോയി ബ്രേക്ക് ഓപ്പൺ ചെയ്യുകയാണ്, അവർക്ക് നോട്ടീസ് കൊടുക്കാതെ. ശരിയാണല്ലോ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ തവണ അവർ രേഖ വെക്കാൻ വേണ്ടിയിട്ട് ആ ലോക്കർ തുറന്നെങ്കിൽ അതിനുശേഷം പിന്നീട് അത് ഓപ്പൺ ചെയ്യുന്നത് പോലീസ് കുത്തി തുറക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഇരിക്കുന്ന സാധനങ്ങൾ അവിടെ ഉണ്ടാവണമല്ലോ. ദിലീപോ കാവ്യ മാധവനോ ഇല്ലാതെ ആ ബാങ്കിന്റെ ആൾക്കാരല്ലേ എൻ്റെ സാക്ഷികൾ?
അപ്പൊ അങ്ങനെ കുത്തി തുറക്കുന്ന സമയത്ത് അവിടെ നിന്ന് എന്താ കിട്ടി? എന്തോ അമ്പലത്തിലെ പ്രസാദവും എന്തോ ചെറിയ നാണയത്തൊട്ടുകളുമാണ് അവിടെ നിന്ന് കിട്ടിയെന്നല്ലേ അവർ തന്നെ പറയുന്നത്. ഞാൻ പറയുന്നത് അതിനിടയ്ക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ എന്തെങ്കിലും തരത്തിൽ ആക്സസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വെച്ചിട്ട് തിരിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ ഇതിന്റെ റെക്കോർഡ് കാണണ്ടേ? ഞാൻ പറഞ്ഞത് റെക്കോർഡ് ചെയ്ത ഒരു ബാങ്കാണ്, ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബാങ്കാണ്. റെക്കോർഡില്ലാതെ ആക്സസ് ചെയ്യുന്നതാണല്ലോ പ്രോസിക്യൂഷന്റെ വാദം. ആ വാദവും നോട്ട് ചെയ്തിട്ടില്ല. പിന്നെ പറയുന്ന കാവ്യ, ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞാണ്, കാവ്യ മാധവൻ എന്താണോ ആ ലോക്കറിൽ അന്ന് വെച്ചത്, ഈ പറയുന്ന 2017 മാർച്ച് മാസം 24-ാം തീയതി വെച്ചത്, ആ ലോക്കർ ഓപ്പൺ ചെയ്ത ദിവസം, അതവർ പറയുന്നില്ല. അവൾ പക്ഷേ അവസാനം കണ്ടെടുക്കുന്നത് 5 രൂപയാണ്, ഇടയ്ക്ക് തുറന്നിട്ടുമില്ല. പക്ഷേ പ്രോസിക്യൂഷന്റെ വാദം ഇടയ്ക്ക് അത് ആക്സസ് ചെയ്തിരിക്കാം എന്നുള്ളതാണ്. പക്ഷേ അതും വന്നിട്ടില്ല എന്നാണ്. അതായത് ഇങ്ങനെ ഓരോ ലൂപ്പ് ഹോൾ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വരുന്നില്ല എന്നാണ്, പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നത് വരുന്നില്ല എന്നാണ്. അതാണ് പ്രോസിക്യൂഷന്റെ വാദം. അതാണ് അദ്ദേഹം പറയുന്നത് വാലും തലയും ഉണ്ട് പക്ഷേ ഉടലില്ല എന്ന്. ഇങ്ങനെ വാലും തലയും ഇല്ലാത്ത വാദങ്ങളാണ് ഓരോ ഗൂഢാലോചന കേസിലും ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും പ്രോസിക്യൂഷൻ അവിടെ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബാങ്കാണ് ആണല്ലോ, ആ കാര്യത്തിൽ തർക്കമില്ലല്ലോ. കൃത്യമായിട്ട് പ്രൊസീജിയേഴ്സ് തോന്നുന്ന ഒരു ബാങ്കാണ് ആണല്ലോ. ആ ബാങ്കിൽ ലോക്കർ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രജിസ്റ്ററുകളും കാര്യങ്ങളും ഉണ്ടാകണം. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ലോക്കറിലേക്കുള്ള ആക്സസ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? എനിക്ക് ഒന്നിലധികം ബാങ്കുകളിൽ ലോക്കറുള്ള ആളാണ്. ലോക്കറിൽ എങ്ങനെയാണ് നോക്കുക? ഒന്ന്, അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് CCTV ഉണ്ട്, അകത്തില്ല. പക്ഷേ നമ്മളൊരു രജിസ്റ്ററിൽ എവിടെ ഒപ്പിടും? എങ്ങനെ ഒപ്പിടും? എൻട്രി ടൈമും എക്സിറ്റ് ടൈമും. പിന്നെ എന്ത് വേണം? ഇതിന്റെ അവിടുത്തെ കീ ഉണ്ട്, വേറൊരു ഉദ്യോഗസ്ഥന്റെ ആണല്ലോ മാസ്റ്റർ കീ. ആ കീ ഉപയോഗിച്ചുകൊണ്ട് അവരും ഒപ്പിടും, തിരിച്ചു ഒപ്പിടും ആണല്ലോ. ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പിന്നീട് ആ രജിസ്റ്റർ എവിടെ? ഞാൻ പറഞ്ഞ ആ രജിസ്റ്റർ എങ്ങനെ കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റും? കാരണം ഒറ്റ തവണയേ ഉള്ളൂ. എന്നാണോ ആ ലോക്കർ തുടങ്ങിയത്, അതായത് ലോക്കർ ആദ്യം ആക്സസ് ചെയ്ത് ആ ഒറ്റ ദിവസം മാത്രമേ തുറന്നിട്ടുള്ളൂ. ഈ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നത് പ്രോസിക്യൂഷൻ ആണല്ലോ. എന്നിട്ടും പ്രോസിക്യൂഷൻ പറയുന്നത് ഇതിൽ ഉടലില്ലാത്ത ജഡ്ജ്മെന്റ് ആണ് എന്നാണ്. പക്ഷെ താങ്കൾ പറയുന്നത് പ്രോസിക്യൂഷന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന്. സുൽഫത്ത്, ശ്രീജിത്തിനെ എങ്ങനെ താങ്കൾക്ക് ഖണ്ഡിക്കാൻ പറ്റും? പ്രോസിക്യൂഷൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത് മേൽക്കോടതിയിലേക്ക് പോയാൽ തീർച്ചയായിട്ടും അവൾക്ക് നീതി കിട്ടും, അല്ലെങ്കിൽ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ആത്മവിശ്വാസത്തെ പറയുന്നത്. അങ്ങനെ പറയേണ്ടി വരുന്നത് ഈ നീതിന്യായ സംവിധാനത്തിൽ, അല്ലെങ്കിൽ ഈ ജഡ്ജിയുടെ മുന്നിൽ. ജഡ്ജി പറയുന്നുണ്ട് അവരെ വിധിന്യായത്തെ വിമർശിക്കാൻ പാടില്ല എന്ന്. ഒരു പൊതുസമൂഹത്തിന് വിധിന്യായത്തെ വിമർശിക്കാനുള്ള അർഹതയുണ്ട്, അതിനുള്ള യോഗ്യതയുണ്ട്. അതൊരു കേസിലെ വിധിന്യായത്തെ വിമർശിക്കപ്പെടും. അതിന്റെ വിധിയെ നമുക്ക് വിമർശിക്കാം, അതിനെ നമുക്ക് വിലയിരുത്താം, പക്ഷെ ജഡ്ജിയെ വിമർശിക്കാൻ പാടില്ലെന്നാണല്ലോ പൊതുസമൂഹത്തിന് താല്പര്യം. കാരണം വേണ്ട രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നു. അതുപോലെ അതിന്റെ വളരെ നിർണായകമായ തെളിവ് അത് സൂക്ഷിച്ചെടുത്തു നിന്ന് അത് തുറന്ന് ഹാഷ് വാല്യൂ മാറിയതായിട്ട് പറയുന്നു. ഇതൊക്കെ ഒരു കോടതിയിൽ നടക്കാൻ പാടില്ലാത്തതാണ്. ഈ ഇത്തരം സംവിധാനങ്ങളെ എങ്ങനെയാണ് കേരളത്തിലെ സ്ത്രീകൾ വിശ്വസിക്കുക? ഒരു സ്ത്രീക്ക് നേരെ നടക്കുന്ന ലൈംഗികാതിക്രമം എന്ന് പറയുന്നത് ഒരു വലിയ കുറ്റകൃത്യമായി കാണുകയും ആ കുറ്റകൃത്യത്തെ വളരെ ലഘുവായി കാണുന്ന രീതിയിൽ ഈ പറയുന്ന സംവിധാനങ്ങൾ പെരുമാറുകയും ചെയ്തു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും പോലീസിന്റെ അന്വേഷണ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടാവാം, ഇല്ല എന്ന് തീർത്തും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പല കാര്യങ്ങളും പറഞ്ഞത് അതിന്റെ തെളിവുകൾ കൊണ്ടു കൊടുക്കേണ്ട പോലീസ് അത് ചെയ്തിട്ടില്ലേ എന്ന് ഇപ്പോ നമ്മൾ സംശയിക്കുകയാണ്. പ്രോസിക്യൂഷൻ വേണ്ട രീതിയിൽ അത് കൊടുക്കാൻ പറ്റിയില്ലാത്തതാണോ അതോ കൊടുത്തിട്ട് അത് രേഖപ്പെടുത്തപ്പെടാത്തതാണോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. കാരണം അതുകൊണ്ടാണ് ഈ അടഞ്ഞ കോടതി മുറി എന്ന് പറയുന്നത്. അടഞ്ഞ കോടതി മുറി വേണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് തന്നെ കൊടുക്കുന്നത്. അവിടൊക്കെ പൊതുസമൂഹത്തിന്, പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകൾക്ക് സംശയമുണ്ട് ഈ പറയുന്ന സംവിധാനം വളരെ കൃത്യമായിരുന്നോ എന്നുള്ളത്. ഈ ജഡ്ജിയെ മാറ്റണം എന്ന് ആവശ്യപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും പ്രമാദമായ ഒരു കേസ് അതിജീവിത തന്നെ സുപ്രീം കോടതി വരെ പോകുന്നു, എനിക്ക് ഈ ജഡ്ജിയിൽ വിശ്വാസമില്ല, ഈ നീതിന്യായ സംവിധാനത്തിൽ വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ജഡ്ജിയെ മാറ്റുന്നതിന് വേണ്ടി, മറ്റൊരാളെ വെക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഒരുപക്ഷെ സർക്കാരിന് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാലും അതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കുകയാണ്. അതുപോലെ തന്നെ അപ്പോൾ സർക്കാർ ഇപ്പോൾ ഈ കേസ് തോറ്റപ്പോൾ അവൾക്കൊപ്പം എന്ന രീതിയിൽ വന്നിരിക്കുന്നു എന്നാണോ? പല കേസുകളിലും
സുപ്രീം കോടതിയിൽ നിന്നൊക്കെ വക്കീലന്മാരെ കൊണ്ടുവന്ന് വാദിക്കുകയും വലിയ പൈസ കൊടുത്ത് വക്കീലിനെ ഒക്കെ കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഈ കേസിൽ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പറയുന്നതിനെ പൂർണ്ണമായും വിശ്വസിക്കാമെങ്കിൽ അത്തരം വക്കീലിനെ സുപ്രീം കോടതിയിൽ നിന്നുള്ള രാമൻപിള്ള അദ്ദേഹത്തിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളെ കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കണമായിരുന്നു. ഒരു സമയത്ത് അതിജീവിത ഈ വിഷമങ്ങളൊക്കെ പറഞ്ഞതാണ്. പബ്ലിക് പ്രോസിക്യൂട്ടറിൽ അവിശ്വാസം രേഖപ്പെടുത്തിയില്ലെങ്കിൽ പോലും കേസിന്റെ നടപടികൾ വേണ്ട രീതിയിൽ അല്ലെങ്കിൽ അത്രയും ശക്തമായി പോകുന്നില്ല എന്ന് തോന്നിയപ്പോൾ അവളൊരു യുദ്ധം തന്നെയാണ് നടത്തിയതെന്നാണ് പറയേണ്ടി വരിക. ആ യുദ്ധത്തിൽ തോറ്റുപോകാതിരിക്കാൻ വേണ്ടത് ചെയ്യേണ്ടത് സർക്കാരായിരുന്നു. സർക്കാരിന്റെ ഭാഗത്ത് ഈ രീതിയിലുള്ള ചില പോരായ്മകൾ ഉണ്ടായി എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. പക്ഷെ അത് ഇനിയും ഇതേ സർക്കാർ തന്നെയാണ് ചെയ്യേണ്ടത്. കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ, നല്ല രീതിയിൽ സുപ്രീം കോടതിയിൽ നിന്നൊക്കെയുള്ള നമുക്ക് അറിയാം എല്ലാവരും കേസ് വാദിക്കാൻ കഴിയുമെങ്കിലും ഇപ്പൊ ചില വക്കീലന്മാർ ചില പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ്. അങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് ആ രീതിയിൽ കേസ് നടത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വം കൂടിയാണ്. അതും കൂടി നിർവഹിച്ച് അവൾക്ക് നീതി കിട്ടുമ്പോൾ മാത്രമേ അവൾക്കൊപ്പം എന്ന് പറയുന്നതിനെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയൂ. ഈ പറയുന്ന ഗൂഢാലോചന ശരിയാണ്, എല്ലാ കേസിലും ഗൂഢാലോചന തെളിയിക്കാൻ വലിയ ശ്രമമാണ്. പക്ഷെ ആ ഗൂഢാലോചന തെളിയിക്കാൻ വേണ്ട ഒരുപാട് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞു എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതിന്റെ എല്ലാ വശങ്ങളും, ഞാനൊരു വക്കീലല്ലാത്തതുകൊണ്ട് അത് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു പൊതുസമൂഹത്തിന്റെ പ്രതിനിധി, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ വിശ്വസിക്കുന്നത് പ്രോസിക്യൂഷൻ കൊടുത്ത തെളിവുകളെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ കോടതിക്ക് കഴിഞ്ഞില്ല എന്നാണ്. ഒരു നീതിദേവത ഒരു പക്ഷം പിടിക്കാതിരിക്കാനാണ് കണ്ണുകെട്ടിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു പക്ഷം പിടിച്ചു എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് അതിനുശേഷം വന്ന ഓരോ സംഭവങ്ങളും തെളിയിക്കുന്നത്. ഒരു അതിജീവിതയ്ക്ക് ഇത് പറയേണ്ടി വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്ന ദിലീപിന് വേണ്ടി വാദിക്കുന്നവരുടെ കുടുംബത്തിലെ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ, അവരുടെ മക്കളോ പെങ്ങളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ആണെങ്കിൽ ആ സ്ഥാനത്ത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. നീതിക്ക് വേണ്ടി അവള് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പോരാട്ടത്തെ ആ രീതിയിൽ കാണുകയും അവള് എന്തുകൊണ്ടാണ് കേരളത്തില് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിന് ഇറങ്ങേണ്ടി വരുന്നത്? അങ്ങനെ ഇറങ്ങുക കൂടി ചെയ്യുന്നില്ലെങ്കിൽ അവളുടെ അവസ്ഥ എന്തായിരിക്കും? ഇതൊക്കെ ആയിട്ടും ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, ഇത് രണ്ടാമത്തെ പോസ്റ്റാണ്, കഴിഞ്ഞ ഇതിലും ആ രീതിയിൽ തന്നെയാണ് കുറിച്ചത്. അങ്ങനെ കുറിക്കേണ്ടി വരുന്നെങ്കിൽ ആ സ്ത്രീ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ എന്തായിരിക്കും? ഇത് പൊതുസമൂഹത്തിന് കൊടുക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇത്തരം കേസുകളുമായി മുമ്പോട്ട് പോകാതിരിക്കണം എന്ന സന്ദേശം കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഈ പ്രതികൾക്ക് കൊടുക്കുന്ന സന്ദേശം ഏറ്റവും കുറഞ്ഞ ശിക്ഷ വിധിച്ചുകൊണ്ട് ഇത് ഓരോ ഇത്തരം ക്രിമിനൽ മനസ്സുള്ളവർക്കും കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ആവാം, ഇത്രയൊക്കെ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ളൂ, പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ. എനിക്ക് തോന്നുന്നു ഈ ആണധികാര ബോധം ഉള്ളിടത്തോളം ഏത് വലിയ സമ്പന്നനൊന്നും ആവണമെന്നില്ല ക്രിമിനൽ കുറ്റകൃത്യം ചെയ്യാൻ പിന്തുണയ്ക്കാൻ ഈ രീതിയിൽ ഈ പുറത്ത് ദിലീപിന് വേണ്ടി വാദിക്കുന്നവർ അല്ലെങ്കിൽ പുരുഷ കമ്മീഷന് വേണ്ടി വാദിക്കുന്നവർ പണം പിരിച്ച് ഇവരെ രക്ഷിക്കുക പോലും ചെയ്യുന്നവർ. ശരി സുൽഫത്ത്, ശ്രീ വിനു കിരതി, അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗിൽ പോലും അവിശ്വാസമുണ്ടോ? കാരണം നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന കാര്യം ഇരയ്ക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാരനൊപ്പം ഓടുകയും ചെയ്യുന്ന പ്രവൃത്തി. ഇവിടെ ഒരു വനിതാ ജഡ്ജി വേണമെന്ന് ആവശ്യപ്പെട്ടത് അതിജീവിതം തന്നെയാണ്. നോക്കൂ, ജഡ്ജ്മെന്റ് എന്തായാലും ജഡ്ജിയെ കുറ്റം പറയാൻ കോടതിയിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ജഡ്ജ്മെന്റിന് മുൻപാണ്. അതെ, അതിന് വിചാരണ സമയത്ത് തന്നെയാണ്. വിചാരണ സമയത്ത് ഈ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം ജഡ്ജിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, നമുക്ക് മേൽക്കോടതി പോകാനുള്ള റൈറ്റ് ഉണ്ട്. അതിനാണല്ലോ മേൽക്കോടതികൾ കിടക്കുന്നത്. പിന്നെ ഇവിടെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടോ എന്ന് ചോദിച്ചാൽ 100% ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. കാരണം ആദ്യം പൾസർ സുനിയുടെ വായിൽ നിന്ന് വന്ന വാക്കെന്ന് പറഞ്ഞ മാഡം അത് ഇന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പം പ്രോസിക്യൂഷൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ശ്രീ അച്ഛകുമാർ പറഞ്ഞ പോലെ തലയും വാലും ഉണ്ടെങ്കിൽ നടുക്കഷ്ണമില്ലാതെ അത് ജോയിൻ്റ് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ ചേർത്താൽ മാത്രമേ ഇതെല്ലാം കണ്ടെത്താൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിതയുടെ മാനസിക സംഘർഷം അതിരൂക്ഷമായിരിക്കാം, അതാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞാൽ, ഞാൻ വീണ്ടും അതിലേക്ക് വരാം, ഗർഭിണിയായ ഒരു സ്ത്രീയെ ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് പോലീസ് തല്ലിയിട്ട് കോടതി പറഞ്ഞതിന് ശേഷം മാത്രമാണ് CCTV ഫുട്ടേജ് കിട്ടിയത്. എന്നിട്ട് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ 1 വർഷം ഇവർ തല്ലി എന്ന് പറഞ്ഞത് ആരും വിശ്വസിച്ചില്ലേ? ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞത് വിശ്വസിച്ചില്ലേ?
അപ്പോൾ ഇതല്ല സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ അതിജീവിതയ്ക്ക് തോന്നും നമുക്കൊന്നും ഇവിടെ സ്ത്രീകൾക്ക് ഇവിടെ ഒരു സുരക്ഷയുമില്ല, അല്ലെങ്കിൽ ന്യായത്തിന് ഇവിടെ ഒരു കാര്യവുമില്ല എന്നുള്ളൊരു പുരുഷനാരും ആർക്കും ഇവിടെ നിയമമില്ല, ആർക്കും എന്തും ഹോൾഡ് ഉള്ളവർക്ക് ഒരു ലെവലിലേക്ക് പോകാൻ പറ്റുന്നുള്ളൊരു അതിജീവിതയുടെ ഒരു ആങ്സൈറ്റിയാണ് ആ മാറ്ററിൽ എനിക്ക് വായിക്കാൻ തോന്നിയത്. ഇനി മേൽക്കോടതി പോകുമ്പോഴും എന്തായിരിക്കും ഒരു ഭയമുണ്ടാവും. കാരണം അതിജീവിതയ്ക്ക് ഉറപ്പുണ്ട് ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ആ കുട്ടി ഫൈറ്റ് ചെയ്യുന്നത്. ഫൈറ്റ് ചെയ്യണം, ഈ പറഞ്ഞ പോലെ ഝാൻസി റാണിയുടെ നാടെന്ന് പറഞ്ഞ പോലെ ഫൈറ്റ് ചെയ്യണം, ക്ലൈമാക്സ് വരെ ഫൈറ്റ് ചെയ്യണം. പക്ഷേ അത് ഇന്ന ആൾക്കാരാണെന്ന് മുൻവിധിയോടുകൂടി വേണ്ട, അത് കണ്ടെത്താൻ ഇവിടുത്തെ പ്രോസിക്യൂഷൻ, ഇവിടുത്തെ നിയമങ്ങളും വേണം. അല്ലാതെ നമ്മളായിട്ട് കയറിയിട്ട് ഇന്നാര് കുറ്റക്കാരൻ ഇന്നാര് കുറ്റം. ഇപ്പം ഈ സിനിമ ദിലീപിൻ്റെ പടം തകർത്ത് കളയുന്നൊന്നും നമുക്കിങ്ങനെ പറയാൻ പറ്റും. അത് പ്രേക്ഷകനാണ് തീരുമാനിക്കുന്നത്. ആ സിനിമ കാണണോ വേണ്ടതെന്ന് പ്രേക്ഷകൻ തീരുമാനിക്കും. ഇതൊരു എൻ്റർടൈനറാണ്, രണ്ടും രണ്ടാണ്. ഒപ്പം അത് ദിലീപ് മാത്രമല്ല, ആ സിനിമയുമായി ബന്ധപ്പെട്ട് നൂറ്റിക്കണക്കിന് ആൾക്കാർ ജീവിച്ചു. പ്രൊഡക്ഷൻ ബോയ് തൊട്ട് അങ്ങേ അറ്റം വരെ ഇരുവാദമാണല്ലോ അത് പറയുന്ന നൂറ്റിക്കണക്കിന് ആളുകൾ ജീവിച്ചു എന്നുള്ളതൊക്കെ. അത് അല്ല, നോക്കൂ, ഒരു നിർമ്മാതാവിൻ്റെ കോടികൾ മുടക്കിയെടുത്ത് നമ്മൾ പടം പൊട്ടട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിർമ്മാതാവിന് വീണ്ടും പടം ചെയ്യണ്ടേ? നോക്കൂ, ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ദിലീപിനെ സംബന്ധിച്ചോളം കുറ്റവിമുക്തനായ സ്ഥിതിക്ക് നമുക്ക് ദിലീപിൻ്റെ പടം പൊട്ടട്ടെ എന്ന് പറയാൻ ഒക്കില്ല. വിധി വരട്ടെ, ഇനി മേൽക്കോടതി പോട്ടെ. ഞാൻ പറഞ്ഞില്ല, അതൊക്കെ കാണാൻ നമ്മളൊക്കെ ഉണ്ടാവുമെന്ന് പോലെ അല്ല, നമ്മുടെ നിയമം അങ്ങനെയാണ്. ദിലീപിന്റെ പടത്തിനെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണോ ഇത്, ഇപ്പോഴത്തെ ഈ അവൾക്കൊപ്പം എന്നുള്ള ഈ ഹാഷ്ടാഗിലുള്ള ഈ സമരം? ദിലീപിന്റെ പടത്തിനെതിരെയുള്ള പോരാട്ടം നടക്കേണ്ടതുണ്ട്. കാരണം ആ പടം വിജയിക്കുകയാണെങ്കിൽ വിജയിച്ച ആ പണം എന്തിനായിരിക്കും അയാൾ ഉപയോഗിക്കുക? ആ പടം വിജയിക്കുകയൊന്നുമില്ല, അതിൽ യാതൊരു സംശയവുമില്ല. പണം അയാളുടെ അല്ല കേട്ടോ, നിർമ്മാതാവ് വേറെയാണ്. നിർമ്മാതാവ് ഗോകുലം ഗോപാലനാണ്, അദ്ദേഹമാണ് പ്രൊഡ്യൂസർ, ദിലീപ് അല്ല. ഓക്കെ. എന്തായാലും ആ പടം വിജയിക്കില്ല എന്ന് തന്നെയാണ് ഒരു കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങൾക്കത് പറയാൻ പറ്റും. പക്ഷെ ഞങ്ങളെപ്പോലെ അതേ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്ക് ഒരു സിനിമയും പൊട്ടണമെന്ന് പറയാൻ പറ്റില്ല. എല്ലാ സിനിമയും വിജയിക്കണം, എങ്കിൽ മാത്രമേ ഇൻഡസ്ട്രി നിലനിൽക്കുകയുള്ളൂ. പക്ഷേ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അയാൾ കുറ്റവിമുക്തനല്ല. അയാൾ കുറ്റവിമുക്തൻ അല്ലെങ്കിൽ നമ്മുടെ നിയമം തീരുമാനിക്കുന്ന പൊതുസമൂഹം അല്ല, കോടതികളാണ്. പൊതുസമൂഹത്തിന് അഭിപ്രായം പറയാം, പക്ഷെ വിധി പറയാൻ നമ്മൾ ആരുമല്ല. സിനിമ വിജയിപ്പിക്കുന്നത് പൊതുസമൂഹമാണ്. ആ പൊതുസമൂഹത്തിന്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഈ സിനിമ വിജയിക്കരുത് എന്ന് തന്നെയാണ്. അതുപോലെ നേരത്തെ പറയുന്നത് കേട്ടോ, അതിജീവിത ഗൂഢാലോചന ഇന്നയാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവൾക്കറിയാം ആരാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്ന് അറിയുന്നത് കൊണ്ടാണല്ലോ അവൾ വീണ്ടും അത് പറയുന്നത്. ഇല്ലെങ്കിൽ ഈ വിധി കൊണ്ട് തൃപ്തിയായിട്ട് പോകണമായിരുന്നു. പക്ഷെ അവൾ പറയുന്നത് പോലെ അവൾക്ക് വേണ്ടി മാത്രമല്ല, ഈ ഇരയാക്കപ്പെടുന്ന അല്ലെങ്കിൽ ഈ രീതിയിൽ അക്രമത്തിനിരയാവുന്ന ഓരോ സ്ത്രീക്കും വേണ്ടിയാണ് പറയുന്നത്. അവൾ പരാജയപ്പെട്ടാൽ, അവളുടെ വിധി അവൾക്ക് അനുകൂലമായി വന്നില്ലെങ്കിൽ ആ പരാജയം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരിലുമാണ്. നിങ്ങളുടെ കുടുംബത്തിലും എന്റെ കുടുംബത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ സ്ത്രീയുമാണ് പരാജയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗൂഢാലോചന നടത്തിയത് ആര്, അല്ലെങ്കിൽ പിന്നെ ആര് എന്ന് കണ്ടുപിടിക്കേണ്ടത് കോടതിയും നീതിന്യായ സംവിധാനമാണ്. അത് കഴിയാത്തത് എന്തുകൊണ്ടാണ്? മറ്റൊരു ഗൂഢാലോചനക്കാരൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ വേറൊന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തത്. അവിടെയാണ് മേൽക്കോടതിയിൽ നിന്ന് നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജകുമാറിന്റെ ഇന്നത്തെ പ്രതികരണം കേൾക്കാം. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. ഈ പറയുന്ന വിധിന്യായം എന്ന് പറയുന്നത് തലയും വാലുമില്ല, പക്ഷേ തലയും വാലുമുണ്ട്, നടുക്കഷ്ണം ഇല്ല എന്ന്. ശ്രീ പണിക്കർ, ഇപ്പോൾ സുൽഫത്ത് പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. അതിൽ അവർ പറയുന്നത് ഇത് മേൽക്കോടതിയിൽ പോയാൽ നീതി കിട്ടുമായിരിക്കും, പക്ഷേ അവർ ഉറച്ചു വിശ്വസിക്കുന്നു, അവൾക്കൊപ്പം നിൽക്കുന്നവരും അതുപോലെ തന്നെ അതിജീവിതയും വിശ്വസിക്കുന്നു ആരാണ് ഈ ആസൂത്രകൻ എന്നുള്ള കാര്യം. അന്വേഷണം വേറെ ദിശയിലേക്ക് പോയിട്ടുമില്ല. അല്ല, നോക്കൂ, അവിടെയാണ് പ്രശ്നം. അതായത് കോടതിയിൽ കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ വിധിയിലാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അടച്ചിട്ട ഒരു കോടതി മുറിയിലാണ് ഈ വിചാരണ നടന്നിരിക്കുന്നത്. ഇപ്പോൾ മഞ്ജുഷിനോ എനിക്കോ സുൽഫത്ത് മാഡത്തിനോ ഒന്നും തന്നെ അവിടെ നടന്നിരിക്കുന്ന വാദങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. ഒരുപക്ഷെ ഈ പ്രോസിക്യൂഷൻ്റെ ഭാഗമായിരുന്ന ചില ആൾക്കാരൊക്കെ തന്നെ ചാനലുകളിൽ വന്നിരുന്ന് പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന ചില ആൾക്കാരൊക്കെ ചാനലുകളിൽ വന്നിരുന്ന് പറഞ്ഞിരുന്ന ഒരു ഭാഷ മാത്രമേ നമുക്കറിയുകയുള്ളൂ. ഡിഫൻസിൻ്റെ വാദം എന്താണെന്ന് അറിയില്ല, എന്തൊക്കെ തെളിവുകളാണ് അവിടെ ഹാജരാക്കിയത് എന്നതിനെക്കുറിച്ചൊന്നും തന്നെ നമുക്ക് അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതെല്ലാം നമ്മൾ കാണുന്നത് എവിടെയാണ്? നമ്മളതെല്ലാം കാണുന്നത് ഈ വിധിയിലാണ്. അപ്പോൾ ആ വിധിയെ അനലൈസ് ചെയ്തതിന് ശേഷം ആ വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്നതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ സത്യം പറഞ്ഞാൽ വ്യക്തമാകുന്നത് എത്ര മോശമായിട്ടാണ് ഈ അന്വേഷണം നടത്തിയത് എന്നുള്ളതാണ്. പ്രാഥമികമായിട്ട് പോലും നിലനിൽക്കാത്ത കുറേയധികം തെളിവുകൾ കെട്ടിച്ചമയ്ക്കുകയായിരുന്നോ വേണ്ടത്? അങ്ങനെയാണോ നിങ്ങൾ ഈ കേസിൽ നടിക്ക് നീതി കൊടുക്കുന്നത്?
നടിക്ക് നീതി കൊടുക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കണം, അല്ലേ? അങ്ങനെയാണ് അന്വേഷണം വേണ്ടത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു കുറ്റപത്രം അല്ലെങ്കിൽ ആദ്യത്തെ കേസിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അപ്പുറത്തേക്ക് മറ്റൊരാളിനെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും അവിടെ ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകൾ, പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ, ആ വീഴ്ചകൾ നമ്മൾ ആരോടൊപ്പമാണ്? ശരിയെങ്കിൽ ഇതാണോ നിങ്ങൾ കൊടുക്കേണ്ടുന്ന നിയമസഹായം? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒന്ന്. രണ്ട്, സുൽഫത്ത് മാഡം ഇവിടെ പറഞ്ഞു, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ആവശ്യം ഉണ്ടായിട്ടും അതൊരു ഓപ്പൺ കോർട്ടിൽ കേട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം CRPC 327 അനുസരിച്ച് 376 ചാർജ് ചെയ്തിട്ടുള്ള ഒരു കേസിൽ ഇൻ ക്യാമറ പ്രൊസീഡിംഗേ നടക്കുകയുള്ളൂ. അല്ലാതെ അത് അതിൽ ഉള്ളയാളിനെ സംരക്ഷിക്കുക എന്നതിൻ്റെ പേരിൽ ചെയ്തിരിക്കുന്ന ഒരു നിയമ പ്രൊവിഷനാണ്. അതിനെ മാറ്റാനായിട്ട് ഒരു ജഡ്ജിന് സാധ്യമാകുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു കേസിൽ മാറ്റിയതായിട്ടും എനിക്കറിയില്ല. ഇതിൽ നിന്ന് ഏതെങ്കിലും ആളിനെ ഒഴിവാക്കണമെങ്കിലോ അഡീഷണൽ ആയിട്ട് ഒരാളിനെയോ വാദം കേൾപ്പിക്കണമെങ്കിലോ ആൾക്കാർക്ക് റിക്വസ്റ്റ് കൊടുക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ട്, മാഡം തന്നെ ഇവിടെ പറഞ്ഞു ഈ ഹാഷ് വാല്യൂ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് അതിൽ അവസാനം പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് കോടതി വളരെ കൃത്യമായിട്ട് ഈ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാഡത്തിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഹാഷ് വാല്യൂവിനെ പറ്റി പറഞ്ഞിരിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് മാഡം ഈ വിധിയിൽ ഒന്ന് വായിക്കണം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഫർദർ, ഇൻ ദി ആർഗ്യുമെന്റ് നോട്ട് ഫൈൽഡ് ബൈ ദ ലേണഡ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, അതായത് പ്രോസിക്യൂഷൻ കൊടുത്തിരിക്കുന്ന അന്തിമ ആർഗ്യുമെന്റ് നോട്ട് അറ്റ് ദ ലാസ്റ്റ് ഡേ ഓഫ് ഹിയറിംഗ്, ഈ ഹിയറിംഗിന്റെ അവസാന ദിവസം അത് പ്രോസിക്യൂഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ക്ലിയർലി, അതിൽ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നു, ദാറ്റ് ദ വിഷ്വൽസ് ആർ നോട്ട് ലീക്ഡ് ഫ്രം ദിസ് കോർട്ട്. കോടതിയിൽ നിന്ന് വിഷ്വൽസ് അങ്ങനെ ലീക്ക് ചെയ്തിട്ടില്ല. ആൻഡ് ദി എവിഡൻഷ്യറി വാല്യൂ ഓഫ് P62, ആ മെമ്മറി കാർഡ്, റിമെയിൻസ് ഇൻടാക്ട്. ഞാൻ പറഞ്ഞു, ഇത് ഡിഫൻസിന്റെ വാദമല്ല, കോടതി പറയുന്നതല്ല, ഇത് പ്രോസിക്യൂഷൻ പറയുന്നതാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, പ്രോസിക്യൂഷൻ പുറത്ത് പറഞ്ഞതാണോ? പ്രോസിക്യൂഷനെ സഹായിക്കുന്ന ആൾക്കാർ പുറത്ത് പറഞ്ഞതാണോ? പിന്നെ എന്തിനാണ് ഈ ഫൈനൽ ആർഗ്യുമെന്റ് നോട്ട് കോടതിക്ക് കൊടുക്കുന്ന സമയത്ത് വിഷ്വൽസ് ലീക്ക് ചെയ്തിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ പറയുന്നത് എന്തിനാണ്? അപ്പം ഞാൻ പറഞ്ഞത്, ഇതിനകത്തിൽ ഏതെങ്കിലും ഈ തലയും വാലും നടുക്കഷ്ണവും ഒന്നും ഇല്ല എങ്കിൽ സത്യത്തിൽ അതിജീവിതയോട് നിൽക്കുന്ന ആൾക്കാർ, ഒപ്പം നിൽക്കുന്ന ആൾക്കാരെല്ലാം ചെയ്യേണ്ടത് പ്രോസിക്യൂഷന്റെ ഭാഗത്തെ വീഴ്ചകൾ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ വാളയാർ കേസ് നമ്മൾ ചർച്ച ചെയ്തതല്ലേ മഞ്ജുഷ്? നമ്മൾ ആ കേസിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ആ കേസ് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചോദ്യങ്ങൾ ആരോടാണ്? നമ്മുടെ ചോദ്യങ്ങൾ പ്രതിയോടല്ല, നമ്മുടെ ചോദ്യങ്ങൾ വിട്ടയക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരോടല്ല, നമ്മുടെ ചോദ്യങ്ങൾ കുറ്റവാളികളായിട്ടുള്ള ആൾക്കാരോടല്ല, നമ്മുടെ ചോദ്യങ്ങൾ പോലീസിനോടും പ്രോസിക്യൂഷനോടും. പബ്ലിക് പ്രോസിക്യൂട്ടർ രാജകുമാറിന്റെ വാക്കുകൾ കേൾക്കാം. പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് രാജകുമാറിന്റെ വാക്കുകൾ. അതൊരു അന്തിമ വിധിയാണ് എന്നുള്ള രീതിയിൽ പല വ്യാഖ്യാനങ്ങളും പുറത്തുനിന്ന് 8ാം പ്രതിയുടെ അനുകൂലികളെന്ന് പറയുന്ന ആളുകളിൽ നിന്ന് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രവുമല്ല, ആ കേസിൽ അതിജീവിതയെ അങ്ങേയറ്റം സൈബർ ആക്രമണത്തിന് വിധേയമാക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ട്. അതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ശക്തമായി അന്വേഷിക്കും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്, ഈ വിധി അന്തിമമല്ല. ഈ വിധിയിലെ പോരായ്മകളെക്കുറിച്ചോ ഈ വിധിയിലുണ്ടായിട്ടുള്ള ബാക്കി കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ ഈ സമയത്ത് ഒരു പൊതുവേദിയിൽ പറയുവാൻ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് സാധ്യമല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ വിധി അടിസ്ഥാനപരമായി ഈ വെറുതെ വിട്ട പ്രതികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ അതിയായ സംശയമുണ്ട്. കാരണം ഈ കേസിൽ മൂന്ന് ഗൂഢാലോചനകളാണ് ഈ പ്രോസിക്യൂഷന്റെ ചാർജിലുള്ളത്. അത് 1-ാം പ്രതിയും 8ാം പ്രതിയും തമ്മിലുള്ള ഗൂഢാലോചന, പിന്നെ 1 മുതൽ 6 വരെ പ്രതികളുടെ ഗൂഢാലോചന, അത് കഴിഞ്ഞിട്ട് 1-ാം പ്രതി മറ്റു ചില പ്രതികളുമായിട്ട് ചേർന്ന് ദിലീപിൽ നിന്നും പൈസ വാങ്ങിയെടുക്കുന്നതിനായിട്ട് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയും അതിനുള്ള ശ്രമങ്ങളും. ഇതിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ നടത്തിയിട്ടുള്ള ഗൂഢാലോചന സംശയാതീതമായി പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞു എന്ന് വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള സാഹചര്യ തെളിവുകൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്തത് എന്ന് കോടതി സവിസ്തരം ഈ വിധിന്യായത്തിൽ പ്രസ്താവിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇന്നും അതിജീവിതയ്ക്ക് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വരേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു? ഇത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് നേരെയാണോ അതിജീവിത ഇങ്ങനെ പറയുന്നത്? നീതിന്യായ വ്യവസ്ഥയ്ക്ക് നേരെ മാത്രമല്ല, സമൂഹത്തിനോട് കൂടിയാണ് അവർ ഈ പറയുന്നത്. അവരെല്ലാവരോടും കൂടിയാണ് പറയുന്നത്. നോക്കൂ, അവൾക്ക് നേരെ സൈബർ ആക്രമണം കഴിഞ്ഞിട്ട്
ഇപ്പൊ ഇതാ അവൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഞങ്ങൾക്കെല്ലാം നേരെയായിരിക്കുന്നു സൈബർ ആക്രമണം. ഇന്ന് എനിക്കെതിരെ വളരെ മോശമായിട്ട് ഏതോ ഒരുത്തൻ ഫേസ്ബുക്കിൽ വളരെ മോശമായിട്ട് എന്റെ കുടുംബ പശ്ചാത്തലം അത് ഇതൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ ഒരു കമന്റ് ഇട്ടിരിക്കുന്നു. മറ്റൊന്ന് നടൻ ബൈജു, ഈ ബൈജുവിനൊക്കെ ഒരു പെൺകുട്ടിയില്ലേ, അദ്ദേഹത്തിന് മകളില്ലേ, ഭാര്യയില്ലേ, അമ്മയില്ലേ, ഈ കുടുംബത്തിൽ സ്ത്രീകളില്ലേ? ഈ എന്റെ അടുത്ത് സിനിമാ ലോകത്തുള്ള പ്രശസ്തരായ ആളുകൾ തന്നെ എന്നോട് വിളിച്ചു പറയുന്നു ഈ ബൈജു ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്ന എന്തുകൊണ്ടാണ് എന്ന്. അപ്പൊ ഇയാളൊക്കെ സത്യത്തിൽ എന്താണ് ഇയാളുടെയൊക്കെ ഉദ്ദേശം? എന്തിനു വേണ്ടിയാണ്? അവസരങ്ങൾക്ക് വേണ്ടിയാണോ? സ്വന്തം അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണോ ഇവരെല്ലാവരും ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ പൊതുരംഗത്ത് വന്ന് വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നത്? ഇതുകൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളെയൊക്കെ അങ്ങ് തളർത്തിക്കളയാം, ഞങ്ങളെ അങ്ങ് അടച്ചു പൂട്ടി വീട്ടിലിരുത്തി കളയാമെന്നോ? അങ്ങനെയൊന്നും ഞങ്ങളാരും മിണ്ടാതിരിക്കുമെന്ന് കരുതണ്ട. അതിന് പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് മനോവൈകല്യമാണ്, ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം ശരിയല്ല. അത് ശരി, സമൂഹത്തിനോടോ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയോടോ ചോദ്യം ചോദിക്കുമ്പോ അതെങ്ങനെയാണ് കുടുംബം പറയാൻ സാധിക്കുന്നവർക്ക്? അങ്ങനെയാണെങ്കിൽ ഈ ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്ന ഇവരുടെ ഒക്കെ കുടുംബ പശ്ചാത്തലം അന്വേഷിക്കണ്ടേ? എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് സത്യത്തിൽ ഒരുതരം മഹാഭാരത യുദ്ധം മാതിരിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പെൺകുട്ടിക്ക് ഇത്രയും വലിയൊരു അനീതി നടന്നിട്ട് അതിനെതിരെ ചോദ്യം ചെയ്യുമ്പോ പാണ്ഡവ വരുന്ന മാതിരിയാണ് ഞങ്ങളെ എല്ലാം കൂടെ ഇവർ ആക്രമിക്കുന്നത്. അങ്ങനെയൊന്നും ഞങ്ങൾ ആരും തോറ്റു പിന്മാറും. അപ്പോൾ സിനിമാ രംഗത്ത് നിന്ന് തന്നെ ഇത്തരത്തിലുള്ള അപശബ്ദങ്ങൾ ഉയരുകയാണ്. പക്ഷെ സിനിമാ രംഗത്തുള്ളവർ പറയുന്നത് അവൾക്കൊപ്പം എന്നാണ് അതേ സമയത്ത് തന്നെ. അതെ, സിനിമാ രംഗത്തുള്ളവർ ഇരട്ട നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നെ വിളിച്ച് ഒരു ഭാഗത്തു കൂടെ നിങ്ങൾ ശക്തമായ നടപടി എടുക്കണം എന്ന് പറയും, അവൾക്കൊപ്പം എന്ന് പറയുകയും ചെയ്യും. പക്ഷെ പുറത്തേക്ക് വന്ന് പ്രത്യക്ഷത്തിൽ അവൾക്ക് വേണ്ടി ആരും രംഗത്തിറങ്ങില്ല, സംസാരിക്കില്ല. കാരണം എല്ലാവർക്കും ഭയമാണ്, അവരവരുടെ അവസരങ്ങൾ ഇല്ലാതെയാകുമോ എന്ന ഭയം. ഇപ്പോൾ വിനു കൂടിയുണ്ട്, വിനു കിരീത് ശരിയുമാണല്ലോ. അങ്ങനെയല്ല ഭാഗ്യലക്ഷ്മിയും കൂടെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്. നമ്മള് ഒരു വ്യക്തി ഇപ്പോൾ പഴയ ഉർവശി ശോഭ സൂയിസൈഡ് ചെയ്തപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ല. അന്ന് ബാലു മഹേന്ദ്ര പല കോടതികളിലും പോയിട്ട് അവസാനം ശിക്ഷിക്കപ്പെട്ടത് കോടതിയാണ് കണ്ടെത്തിയത്. പ്രോസിക്യൂഷൻ കണ്ടെത്തിയ ആൾ കുറ്റക്കാരനാണെന്ന്. ഇവിടെ സോഷ്യൽ മീഡിയ വന്നപ്പോൾ നമ്മൾ വിധി പറയാൻ ആരും അല്ല. അതാദ്യം മനസ്സിലാക്കുക. കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ അത് മസ്റ്റാണ്. പ്രോസിക്യൂഷൻ അവിടെ പരാജയപ്പെട്ടെങ്കിൽ അത് കോടതിക്ക് നമുക്ക് മേൽക്കോടതി പോകും. അവിടെ ജഡ്ജിയെ പറയാനും നമുക്ക് അവകാശമില്ല. പക്ഷെ നമ്മൾ വിധിന്യായത്തെ നമുക്ക് വിമർശിക്കാം, വിധിന്യായത്തെ ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ളവർക്ക് അവഹേളനം നേരിടേണ്ടി വരുന്നത്. അത് സിനിമാ രംഗത്ത് അവഹേളനം ഭാഗ്യലക്ഷ്മിക്ക് വരുന്നവരെ എല്ലാവർക്കും അത് സോഷ്യൽ മീഡിയയിൽ വരും. നമ്മളത് ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ കളയുക. അല്ല, അങ്ങനെയാണോ? അങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളാണെങ്കിൽ ഇതുപോലെ ഈ ചെവി കൂടെ കേട്ട് നിങ്ങൾ മിണ്ടാതിരിക്കോ? നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ കുറിച്ച് ഇതുപോലെ വായിൽ തോന്നിയ കഥകൾ ഓരോരുത്തരും മെനഞ്ഞുണ്ടാക്കിയാൽ വിനു മിണ്ടാതിരിക്കോ? നിങ്ങൾ അങ്ങനെ മിണ്ടാതിരിക്കുക. വിനു ഇതിനൊന്നും അങ്ങനെ പുരുഷന്മാരെ ചീത്ത വിളിക്കാമോ? നിങ്ങൾ ലോഡ്ജിൽ കയറി ഒരു പുരുഷനെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചില്ലേ? അതോ എന്താ? ഞാൻ ചീത്തയൊന്നും വിളിച്ചിട്ടില്ല. അത് മ്യൂട്ടായി. അത് പലരും കൂടെ വന്നവര് വിളിച്ചു കാണുമല്ലോ. വിനു സിനിമ തരും എന്ന പ്രതീക്ഷയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ സിനിമ തരും കേട്ടോ. അയ്യോ അങ്ങനെ അതിനെ വിനൂകിരത് ഒന്നുകൂടെ ജനിക്കണം. ഞാൻ അത്രക്കാരനല്ല. ഭാഗ്യലക്ഷ്മിക്ക് അറിയാമല്ലോ. നമ്മൾ ഒരാളെയും നമ്മൾ ബ്ലെയിം ചെയ്യാൻ പാടില്ല. നിയമത്തിന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ അത് പറയാം. അല്ലാതെ നമ്മൾ ഇന്നാരെ ശിക്ഷിച്ചേ അടങ്ങുള്ളൂ, ഇന്നാരെ രക്ഷിച്ചേ അടങ്ങുള്ളൂ എന്ന് പറയാൻ നമുക്ക് പറ്റും. പക്ഷേ ഈ പറയുന്ന പോലെ താങ്കൾ ഈ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറുചെവിയിൽ കൂടെ കളയുക. സോഷ്യൽ മീഡിയ അങ്ങനെയാണ്. പ്രധാനമന്ത്രി പേരെടുത്ത് തന്നെയാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. സിനിമാ രംഗത്തെ ഒരു പ്രമുഖനാണ് അവഹേളനം നടത്തിയത്. ഭാഗ്യലക്ഷ്മിക്ക് നേരെ നടത്തുന്ന ഈ അവഹേളനമുണ്ടല്ലോ, ആസിഡ് ഒഴിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള, അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ശരി ശ്രീത്ത്. ശുദ്ധ തെമ്മാടിത്തം. കാരണം ഭാഗ്യലക്ഷ്മി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പൊസിഷൻ എടുക്കാനുള്ള എല്ലാവിധ അവകാശവും. ശ്രീത്ത് ഒന്ന് വഴങ്ങുമോ? ഇപ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മിക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന് പറയുന്നു. ശരി, സുൽഫത്തിന് എന്താണ് സുൽഫത്ത്? അല്ല, ശ്രീജിത്ത് പ്രോസിക്യൂഷന്റെ വീഴ്ചകളെ കുറിച്ച് പറഞ്ഞു. ആ വീഴ്ചകൾ യഥാർത്ഥത്തിലുള്ളതാണോ എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ. പക്ഷെ ഈ വിധിച്ച ശിക്ഷയിൽ ശ്രീജിത്ത് പറയുന്നത് പ്രോസിക്യൂഷൻ കുറ്റക്കാരെ കണ്ടെത്തിയത് കൊണ്ടാണല്ലോ ശിക്ഷ വിധിച്ചത്. ഈ ശിക്ഷയിൽ ശ്രീജിത്തിനെ പോലുള്ളവർ തൃപ്തരാണോ
ഏറ്റവും കുറഞ്ഞ അല്ല എന്ന് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞിരുന്നു ശ്രീമതി സുൽഫത്ത്. ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, പൾസർ സുനിയെ പോലെയുള്ള കുറ്റവാളികൾക്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ജീവപര്യന്തമാണ്. അവൻ പിന്നീട് ഒരിക്കലും പുറത്തിറങ്ങരുത് എന്നുള്ളതാണ്. വിധിയിൽ എനിക്ക് അതൃപ്തി ഉണ്ട് എന്ന് ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. അല്ലാതെ 20 വർഷത്തിൽ ഞാൻ ഹാപ്പി അല്ല. ഞാൻ പറഞ്ഞത് ഈ 376D ആണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട്. അതിൽ നേരിട്ട് കുറ്റകൃത്യത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെല്ലാവരും ഈ 376Dയുടെ പരിധിയിൽ വരുന്നത് കൊണ്ട് ഒറ്റ ഒരുത്തരും ശിഷ്ടകാലം പുറത്തിറങ്ങാതെ ഇവർക്കെല്ലാം ജീവപര്യന്തം, മരണം വരെ ജയിൽ ശിക്ഷ എന്നുള്ളതാണ് വേണ്ടതെന്ന് ആദ്യത്തെ ദിവസം ഞാൻ എൻ്റെ പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാൻ ചർച്ചയിൽ പറഞ്ഞതാണ്, ഇപ്പൊ പറയുന്നതല്ല, അന്നേ പറഞ്ഞതാണ്. ഞാനതിൽ തൃപ്തനല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പ്രോസിക്യൂഷന്റെ എല്ലാ ഇതും പൂർണ്ണമായിട്ടും തെറ്റായിരുന്നു, അല്ലെങ്കിൽ പ്രോസിക്യൂഷന് വീഴ്ച പറ്റി എന്ന അഭിപ്രായം ഇല്ലല്ലോ. ഇവിടെ ജഡ്ജ്മെന്റിന് വീഴ്ച അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അത് പ്രോസിക്യൂഷന്റെ വാദം അല്ല. നോക്കൂ ശ്രീമതി സുൽഫത്ത്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അതിനകത്തിൽ ആൾക്കാരുടെ ഇൻഡിവിജ്വൽ മൊഴിയിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നുമല്ല പോകുന്നത്. ഞാൻ പറഞ്ഞത് നമ്മൾ ശരിയായ രീതിയിലാണ് ഒരു അന്വേഷണം 8.5 വർഷം നടത്തുന്നത് എങ്കിൽ അയാളാണ് ഇതിന്റെ മാസ്റ്റർ കോൺസ്പിറേറ്റർ എന്നുണ്ടെങ്കിൽ അയാളെ ഈ കേസിലേക്ക് ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള സോളിഡ് ആയിട്ടുള്ള എവിഡൻസുകൾ ഉണ്ടാകണം. ഇവിടെ സോളിഡ് അല്ല എന്ന് മാത്രമല്ല, വളരെ ലാഫബിൾ ആയിട്ടുള്ള പല എവിഡൻസും കോടതിയിലുണ്ട്. അത് നമ്മൾ കണ്ടില്ലേ? അത് ഈ വിധിന്യായത്തിൽ എല്ലാം വായിക്കണ്ട. ഇതിൽ വളരെ കൃത്യമായിട്ട് ഇൻഡെക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഗൂഢാലോചന, കോൺസ്പിറസി നടന്നതുമായി ബന്ധപ്പെട്ട് 7 ലൊക്കേഷനുകളിൽ നടന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമുണ്ട്. ആ പേജുകൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള എവിഡൻസ് ആണ് പോലീസ് കൊണ്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പോലീസിനൊപ്പം നിൽക്കാൻ കഴിയില്ല. അങ്ങനെ അല്ല ഇവിടെ അന്വേഷണം നടത്തേണ്ടത്. നമ്മൾ എല്ലാ കേസുകളിലും പറയാറില്ലേ, പോലീസും പ്രോസിക്യൂഷനും ചെയ്തിരിക്കുന്നത് തെറ്റ് വരുന്ന സമയത്ത് നമ്മൾ തെറ്റെന്ന്. വാളയാർ കേസുകളിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇതിൽ എന്തുകൊണ്ട് നമ്മളൊരു എക്സ്ക്യൂസ് പോലീസിനും പ്രോസിക്യൂഷനും കൊടുക്കുന്നു? ഇത്ര വിഡ്ഢിത്തം നിറഞ്ഞിരിക്കുന്ന തെളിവുകൾ, കോടതിയിൽ പൊട്ടി പാളീസാകുന്ന തെളിവുകൾ കൊണ്ട് കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ നമുക്ക് എങ്ങനെയാണ് പിന്തുണയ്ക്കാൻ കഴിയുക? ഞാൻ പറഞ്ഞത് വളരെ എലിമെന്ററി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, പൾസർ സുനി നാദിർഷയുടെ കയ്യിൽ നിന്ന് 30,000 രൂപ വാങ്ങി എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ചാർജ്. പൾസർ സുനിയുടെ സ്റ്റേറ്റ്മെന്റിൽ അത് ഉണ്ട് എന്ന് പറയുന്നു. പൾസർ സുനിയുടെ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരാനായിട്ട് കോടതി പറയുന്നു. അത് പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അതിൽ പൾസർ സുനി എങ്ങും പറഞ്ഞിട്ടില്ല ഇങ്ങനെ. ഞാൻ പറഞ്ഞു, ഇതെന്ത് തെളിവ്? ഇത് ആരെ വിശ്വസിക്കണം? പ്രോസിക്യൂഷൻ പറഞ്ഞു, എന്നിട്ട് പ്രോസിക്യൂഷൻ കൊണ്ടു കൊടുക്കുന്ന പൾസർ സുനിയുടെ സ്റ്റേറ്റ്മെന്റിൽ അയാൾ നാദിർഷയിൽ നിന്ന് 30,000 രൂപ വാങ്ങിയെന്ന് എഴുതിയിട്ടേയില്ല. അത് പറഞ്ഞിട്ടില്ല. അത് ചോദിക്കുന്ന സമയത്ത് അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എക്സ്പോസ്ഡ് ആവുകയല്ലേ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള തെളിവുകൾ വെച്ചിട്ട് കേസിൽ ഒരു കോടതി പോയി വാദിച്ചു കഴിഞ്ഞാൽ ആ പ്രോസിക്യൂഷനോടൊപ്പം ആ പോലീസിനോടൊപ്പം നമുക്ക് നിൽക്കാൻ കഴിയുമോ? ഇല്ല എന്നുള്ളതാണ് എന്റെ ഭാഷ്യം. ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ഇവിടെ പറഞ്ഞ കാര്യം, അതിനുള്ള താങ്കളുടെ പ്രതികരണം. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ശുദ്ധ തെമ്മാടിത്തം. ഭാഗ്യലക്ഷ്മി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു പൊസിഷൻ എടുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശമുണ്ട്. ആദ്യം മുതൽ തന്നെ അതിജീവിതയ്ക്കൊപ്പം എന്നുള്ള ഒരു പൊസിഷൻ എടുത്തിരിക്കുന്ന വ്യക്തിയാണ് ശ്രീമതി ഭാഗ്യലക്ഷ്മി ചേച്ചി. അങ്ങനെയുള്ള ഒരാളിന് അവരുടെ അഭിപ്രായം പറയുന്നതിനും അതിജീവിതയ്ക്ക് വേണ്ടി പോരാടുന്നതിനുമുള്ള എല്ലാവിധ അവകാശവും ഈ നാട്ടിലെ നിയമം അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊരു അഭിപ്രായം പറയുന്ന സമയത്ത് ആ അഭിപ്രായത്തിനോട് നിങ്ങൾക്ക് എതിർത്തൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം, മാന്യമായി ചോദിക്കാം എന്നതിനപ്പുറത്തേക്ക് അവരെ അവഹേളിക്കുന്നതിനാണ്, അവരെ ഭീഷണിപ്പെടുത്തുന്നതിനാണ്, അവരുടെ തലയിൽ കരിയോലി കോരി ഒഴിക്കുമെന്ന് പറഞ്ഞതിനാണ്. ശുദ്ധ തെമ്മാടിത്തം. ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ്, ആയിക്കോട്ടെ അതിജീവിതയുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാരെ ആരെങ്കിലും അവഹേളിക്കാൻ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഭീഷണി കൊണ്ടോ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവന്മാർ പിന്നെ വെളിച്ചം കാണരുതെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ച് അകത്തിടണം. ഞാൻ പറഞ്ഞത് പോലീസ് ഇവിടെയൊക്കെയല്ലേ പ്രവർത്തിക്കണ്ടേ, സർക്കാർ ഇവിടെയൊക്കെയല്ലേ പ്രവർത്തിക്കേണ്ടത്. ഭാഗ്യലക്ഷ്മി ചേച്ചി എന്ത് ചെയ്യും? ഇവരെ ഇന്റിമിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ മിണ്ടാതിരിക്കണമെന്നാണോ കരുതുന്നത്? അങ്ങനെയല്ല, അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം നമുക്ക് ഭാഗ്യലക്ഷ്മി ചേച്ചി പറയുന്ന ചില കാര്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ അത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് സംസാരിക്കാനോ അവരുടെ അഭിപ്രായം പറയാനോ സ്വാതന്ത്ര്യമില്ല എന്ന് പറയാൻ കഴിയുമോ? എന്റെ അഭിപ്രായത്തിനോടല്ല അവര് ചേർന്ന് നിൽക്കുന്നത്. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തിനൊപ്പമാണ് ഞാൻ എന്നുള്ളതാണ് എന്റെ വ്യത്യാസം. തീർച്ചയായിട്ടും ഭാഗ്യലക്ഷ്മിക്കെതിരെ ആസിഡ് ഒഴിക്കുന്ന പറഞ്ഞ ആൾക്കെതിരെ അതിശക്തമായിട്ട് ഭാഗ്യലക്ഷ്മി കേസെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. കാരണം അത് ഭാഗ്യലക്ഷ്മിക്ക് ഈ പറഞ്ഞ പോലെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിനൊരാളെ ആസിഡ് ഒഴിക്കുന്നു പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കണം, ആ വ്യക്തിക്കെതിരെ കേസെടുക്കണം. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: അതിജീവിതയെ അധിക്ഷേപിക്കുന്നത് ദിലീപ് ഫാൻസോ? അതേ എന്ന് 69% പ്രേക്ഷകർ, അല്ല എന്ന് 25%.